നമസ്കാരം. കുറേ വീടുകൾക്ക് മുമ്പിൽ കോലം വരയ്ക്കാറുണ്ടല്ലോ. തമിഴ്നാട്ടിൽ ഒരുപാട് എല്ലാ വീടുകളുടെ മുമ്പിലും, ആന്ധ്രയിലും കർണാടകയിലും, കേരളത്തിൽ പൊതുവേ ഇല്ല. ഇതെന്താണ് സംഭവം എന്ന് ഒരാൾ ചോദിച്ചു. വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി. നല്ലൊരു ഇൻഫർമേഷനാണ്. ഇതെവിടെ തുടങ്ങി കാണുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒന്നും അവൈലബിൾ ഇല്ല. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, മുറ്റമടിച്ചു വൃത്തിയാക്കുക എന്നുള്ള ഒരു വിഷയം പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും രാവിലെ എണീക്കുന്നു, മുറ്റമടിച്ചു വൃത്തിയാക്കുന്നു. അപ്പം അന്ന് മരങ്ങളെല്ലാം ഉണ്ടാവും, അവിടെ ഇലകളും മറ്റും വന്ന് കാണും, അതെല്ലാം അടിച്ചു വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യം വരുന്ന അതിഥി ഉറുമ്പുകളാണ്. ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിഥി യജ്ഞം ഉണ്ട്. ഉറുമ്പ് ഒരു അതിഥിയാണ്, ഇങ്ങനെ മുറ്റത്തുണ്ടാവും. അപ്പൊ അതിന് അരിപ്പൊടി വിതറാൻ സാധിക്കും. അപ്പോ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചു കാണും, വിതറാൻ പറഞ്ഞാൽ ചിലപ്പോൾ വിതറും, ഇങ്ങനെ ഇട്ടങ്ങ് പോവാം, പല രീതിക്കും വൃത്തികേടാക്കാം. അപ്പൊ അതൊരു ഡ്രോയിങ്, ഒരു കോലം, ഒരു രംഗോലി, ഒരു ഡിസൈൻ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണിന് ആനന്ദമാകുമല്ലോ എന്ന് ചിന്തിച്ചു കാണാം. കണ്ണിന് ആനന്ദമാകുമല്ലോ. അതിനുപരിയായി സ്ത്രീകൾക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. യോഗ ചെയ്യണം, സമയമൊന്നുമില്ല. അപ്പോൾ സ്ത്രീകളെ ഇങ്ങനെ ഒരു യോഗ പോസ്റ്റർ എൽ ഷേപ്പിൽ കുനിഞ്ഞു നിൽക്കണമല്ലോ. നിന്നുകൊണ്ട് ഒരു 10 മിനിറ്റ് നല്ലൊരു രംഗോലി കോലം റെഡിയായി. സ്ത്രീകളുണ്ടോ അറിയുന്നു, ഇതൊരു യോഗയാണ്. നമ്മൾക്കാണെങ്കിൽ ഏവർക്കും കണ്ണിന് ആനന്ദമാണ്. അതങ്ങനെ പ്രചരിച്ചു. അതിനുശേഷം അപ്പുറത്തുള്ള വീട്ടുകാരും ഇപ്പുറത്തുള്ള വീട്ടുകാരും തമ്മിൽ കോമ്പറ്റീഷനായി. വലിയൊരു കോലമിടണം, ഇതിവിടെ ഇന്ന് ചെറുതായിപ്പോയി. ഇങ്ങനെ നല്ലൊരു കാര്യത്തിലേക്കാണത്. അപ്പൊ വലിയ കോലം ഇടുമ്പോൾ കുറേ നേരം യോഗ ചെയ്യേണ്ടി വരും. കുനിയുക നിവരുക, കുനിയുക നിവരുക, താൻ അറിയാതെ ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് ആ കോലം കാണുമ്പോൾ ഒരു മംഗളകരമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അലങ്കാരം ഏവർക്കും ഇഷ്ടമാണല്ലോ. അത് ഏത് രീതിയിലായാലും, പണ്ടത്തെ രീതിയിലാണെങ്കിലും ശരി, ഇന്നത്തെ രീതിയിലാണെങ്കിലും ശരി, ഏവർക്കും ഇഷ്ടമാണല്ലോ. പക്ഷെ ഇന്ന് ഈ കോലമെല്ലാം തന്നെ സ്റ്റിക്കറായി കഴിഞ്ഞു പല സ്ഥലങ്ങളിലും. കാരണം എല്ലാവരും ഫ്ലാറ്റാണ്. എന്താ പറയുക, കോലപ്പൊടി ഇന്ന് ലഭിക്കുന്നുണ്ട്, പാറപ്പൊടിയാണ്. അപ്പോൾ പർപ്പസൊക്കെ മാറിക്കഴിഞ്ഞു. എന്തു തന്നെയായാലും ഇതിൻ്റെ പുറകിലുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഇത് ശരിയാണെന്ന് തോന്നുന്ന പക്ഷം ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.